അങ്ങനെ നമ്മൾ മലേഷ്യൻ ഡയറീസിൻ്റെ രണ്ടാം ഭാഗത്ത് ഇന്ന് നമ്മൾ പുറപ്പെടുന്നത് ലങ്കാവിയിലേക്കാണ്. ലങ്കാവിയിലേക്ക് നമ്മൾ പോകാൻ ചൂസ് ചെയ്തിരിക്കുന്ന മാർഗ്ഗം എന്ന് പറയുന്നത് ഷിപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന്, അതായത് പെനാങ്ങിൽ നിന്ന് ഫെറിയിലേക്ക് ഏകദേശം 2 മണിക്കൂർ യാത്ര ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ സാരഥി എന്ന് പറയുന്നത് സഞ്ജയിൻ്റെ തന്നെ വേറൊരു ഫ്രണ്ടാണ് കേട്ടോ. പക്ഷെ ആളൊരു തമിഴ്നാടുകാരനാണ്. പക്ഷേ ഇപ്പോൾ പുള്ളി ഇവിടുത്തെ സിറ്റിസൺഷിപ്പൊക്കെ എടുത്തിട്ട് ഇവിടെ തന്നെ സെറ്റിലായ ആളാണ്. അപ്പോൾ അവരാണ് നമ്മളെ ഇന്ന് ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യാൻ വരുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറപ്പെട്ട് ഒരു വലിയ പാലത്തിലൂടെ കയറി മെയിൻ റോഡിലേക്ക് എൻ്റർ ആവുകയാണ്. അങ്ങനെ ഈ പാലം കഴിഞ്ഞ് മെയിൻ റോഡ് കഴിഞ്ഞാൽ കുറച്ച് അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ മൂപ്പര് പറഞ്ഞത്. ഈ പാലത്തിൽ കൂടെ കയറുമ്പോഴും നമ്മൾ ട്രാഫിക് സിഗ്നൽ നോക്കുകയൊക്കെ നമുക്ക് മനസ്സിലാവുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ എത്ര പ്രൊഫഷണലായിട്ടാണ് ഡ്രൈവിങ് കൈകാര്യം ചെയ്യുന്നത്. നമ്മളെ നാട്ടിലെ സ്ഥിതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരവർക്ക് തോന്നിയ പോലെയാണ്. ട്രാഫിക് സിഗ്നൽ വിടുന്നതിന് മുന്നേ എടുത്ത് പോവുക, ലെഫ്റ്റ് കൂടെ ഓവർടേക്ക് ചെയ്യുക, അങ്ങനത്തെ കുറേ പരിപാടിയാണ്. പക്ഷേ ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ട്രാഫിക് റൂൾസ് ഒക്കെ പാലിച്ചാണ് ഡ്രൈവിങ് ചെയ്യുന്നത്. ഒന്നാമത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ തെറ്റിച്ച് കഴിഞ്ഞാലുള്ള പെനാൽറ്റി ശിക്ഷകളൊക്കെ ചിലപ്പം നമ്മളെ നാട്ടിലേക്കാളും കുറച്ചും കൂടെ കൂടുതലായിരിക്കും. പിന്നെ അതുമാത്രമല്ല, എല്ലാവരും ഈ സിസ്റ്റം ഫോളോ ചെയ്താലേ ബാക്കിയുള്ളവർക്കും കൂടെ സൗകര്യമായിട്ടും സേഫായിട്ടും യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്തയും കൂടെ കൊണ്ടാവാം എല്ലാവരും നല്ല കെയർഫുള്ളായിട്ടും നല്ല പ്രൊഫഷണലായിട്ടാണ് വാഹനങ്ങളൊക്കെ ഓടിക്കുന്നത്. അത് കാണുമ്പം തന്നെ നമുക്ക് ഒരു മനോഹരമായ കാഴ്ച. ഇനി വരുന്ന ഈ പാലം കണ്ടോ, ഇത് കാണുമ്പോൾ നമുക്ക് നമ്മളെ അടൽ സേതുവാണ് ഓർമ്മ വരിക. കാരണം ഇന്നും നമ്മളെ നാട്ടിലും ഇതുപോലുള്ള നിർമ്മിതികൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നൊരു വലിയ കാര്യമാണ്. ഈ 2 വലിയ പാലങ്ങളും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റിയെന്ന് വെച്ചാൽ ഏകദേശം നമ്മളെ നാട് പോലെ തന്നെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അതായത് ചുറ്റും തെങ്ങിൻ തോപ്പുകളും ഒക്കെ ആയിട്ടുള്ള പക്ക നമുക്ക് കേരളത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സ്ഥലമാണ് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കണ്ടത്. ഇവിടുത്തെ മെയിൻ കൃഷി എന്ന് പറയുന്നത് തെങ്ങ് തന്നെയാന്ന് തോന്നുട്ടോ. ഏകദേശം കേരളത്തിലുള്ളൊരു ഭൂപ്രകൃതിയും ക്ലൈമറ്റും ഒക്കെ തന്നെയാണ് ഇവിടെയും കാണാൻ പറ്റിയത്. ക്ലൈമറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ മഴ ചെറുങ്ങനെ പൊടിഞ്ഞു തുടങ്ങി. ഇപ്പം ചെറിയൊരു രീതിയിലേ ഉള്ളൂ, ഇതിന് വലിയ രീതിയിലേക്ക് ആവുമെന്നറിയില്ല. എന്തായാലും നമ്മൾ യാത്ര തുടരുക തന്നെയാണ്. മലേഷ്യ വന്നിട്ട് ഇനി മഴ കണ്ടില്ല എന്നുള്ളൊരു പരാതി വേണ്ടല്ലോ. അങ്ങനെ നമ്മുടെ നാട് പോലെ തന്നെ കേട്ടോ, കുറച്ച് പെയ്ത് ഇത്തിരി അപ്പുറത്തെത്തിയപ്പോൾ തന്നെ മഴ നിന്ന്, പിന്നെയും കുറച്ചങ്ങോട്ട് പോയപ്പോൾ വീണ്ടും നല്ല മഴ പെയ്ത്, കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ വീണ്ടും മഴ നിന്ന്. അങ്ങനെയാണ് കുറച്ച് ദൂരം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ചാറ്റൽ മഴയും നല്ല വിശാലമായ റോഡും നല്ല ബാബുരാജ മാഷിൻ്റെ പാട്ടൊക്കെ വെച്ചിട്ട് ആ യാത്ര വളരെ മനോഹരമായിരുന്നു കേട്ടോ. പിന്നെയും കുറച്ച് ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ 2 സൈഡിലും നല്ല പച്ചവിരിച്ച പാടങ്ങളൊക്കെ കാണാം നമുക്ക്. അങ്ങനെ മുന്നോട്ട് പോയി ഒരു ടോൾ പ്ലാസയൊക്കെ കഴിഞ്ഞ് ഏകദേശം നമ്മൾ നമ്മളെ ലൊക്കേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ചങ്ങാതി ആൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. കാരണം വഴിനീള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്ന നാടിൻ്റെ കാര്യങ്ങളും ഓരോ വഴിയിൽ വരുമ്പോൾ അവിടുത്തെ പ്രത്യേകതകളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫെറിയിൽ എത്തിയതിന് ശേഷവും നമ്മളെ ലഗേജ് ഇറക്കാനും പിന്നെ വഴി കാണിച്ചു തരാനും ഒക്കെത്തിന് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു ആൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫെറീൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെ തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. ഇത് മാനുവലായിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലമാണ്. നമ്മളെ ടിക്കറ്റൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് നേരത്തെ നാട്ടിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. മൊത്തത്തിൽ ഇവിടെ എന്തോ ഒരു കൺസ്ട്രക്ഷൻ വർക്കോ എന്തോ ഒരു റിനോവേഷൻ വർക്കോ എന്തോ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ചെറിയൊരു സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട് കേട്ടോ. വലിയ രീതിയിലൊന്നുമില്ല, ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യും, അത്രയേ ഉള്ളൂ. ഇതാണ് വെയിറ്റിംഗ് ലോഞ്ച് വരുന്നത്. കൺസ്ട്രക്ഷൻ ഓൺഗോയിങ് ആയതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ കേട്ടോ. നമ്മൾ ഷിപ്പിൻ്റെ ടൈമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 11:30 എന്നാണ് കാണിക്കുന്നത്. അപ്പം അരമണിക്കൂർ മുന്നേ മാത്രമേ ചെക്ക് ഇൻ പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു 11 ആയപ്പോൾ തന്നെ നമ്മളെ പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഷിപ്പിലേക്ക് പോവുകയാണ്. എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ്. ഇത്തവണ കുട്ടികൾ മാത്രമല്ല, നമ്മളൊക്കെ ഫസ്റ്റ് ടൈമാണ് ഷിപ്പിൽ കയറുന്നത്. അപ്പം അതിൻ്റെ ഒരു ത്രില്ലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷിപ്പ്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു, എന്നാൽ വലിയ ആർഭാടമൊന്നും ഇല്ലാത്തൊരു ഷിപ്പാണ്. നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സാധാ ടൈപ്പാണ് കേട്ടോ. ഇത് മുകളിലത്തെ സൈഡാണ് വരുന്നത്. മുകളിലും താഴെയും ഇതുപോലെ സീറ്റുണ്ട്. ഇതാണ് നമ്മളെ കപ്പിത്താൻ്റെ സീറ്റ് വരുന്നത്. അതാണ് ഇവിടുന്നാണ് മൂപ്പരാണ് ഫുള്ള് കൺട്രോളിങ് ഒക്കെ ചെയ്യുന്നത്.
നമ്മളെ സീറ്റ് വരുന്ന താഴെയാണ്. താഴെയും ഒരു 100 താഴെയുള്ള ആൾക്കാർക്ക് കൊള്ളുന്ന രീതിയിലാണ്. പിന്നെ ഷിപ്പിൽ ഫുഡൊന്നുമില്ല കേട്ടോ. ഫുഡൊക്കെ ഉള്ള ഷിപ്പ് വേറെ ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ചും കൂടെ ഫെസിലിറ്റീസൊക്കെ ഉള്ള. അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായപ്പോൾ തന്നെ നല്ല കിടില മഴ പെയ്തു കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ കലങ്ങി മറിഞ്ഞ പോലെ ഉണ്ടായത്. തുടക്കത്തിൽ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നേരത്തെ ടിക്കറ്റിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ടിക്കറ്റിൻ്റെ ചാർജ് പറയാൻ മറന്നുപോയി. ഇതിൽ ടിക്കറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡൾട്ടിന് 45 റിങ്കറ്റാണ്, കുട്ടികൾക്ക് 32 റിങ്കറ്റും. 45 റിങ്കറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ ഇന്ത്യൻ മണി 1000 രൂപേൻ്റെ അടുത്തെത്താനായിട്ടുണ്ടാവും, എന്തായാലും 900 സംതിങ് ഉണ്ടാവും. കുട്ടികൾക്ക് 32 റിങ്കറ്റുമാണ് വരുന്നത്. ചെറിയ മോന് വന്നിട്ടില്ല കേട്ടോ. ഹിറോഷിൻ്റെ ചെറിയ മോന് ടിക്കറ്റ് വേണ്ടി വന്നില്ല. എനിക്കൊന്ന് 4 വയസ്സിന് മേലേക്കോ 5 വയസ്സിന് മേലേക്കോ ആയിരിക്കും ടിക്കറ്റ് എടുക്കുന്നത് അവർ. കുറച്ച് യാത്ര ചെയ്ത് അങ്ങോട്ട് എത്തിയപ്പോഴേക്ക് നോക്ക്, കടലിൻ്റെ കളർ നോക്ക്, നല്ല തെളിഞ്ഞ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം പോലത്തെ വെള്ളം, ചെറിയ ചെറിയ മീനുകളും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പേടിയുണ്ടായിരുന്നേ, ഇങ്ങനെ അടിച്ചടിച്ച് നമ്മൾ ഗ്ലാസ്സിലൂടെ ആണെങ്കിൽ കാണുന്നതെങ്കിലും നമ്മളതിൻ്റെ നടുക്കാണല്ലോ ഉള്ളത്. പിന്നെ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളും അങ്ങനെ കുറേ നേരം കാഴ്ചകൾ കണ്ടിരുന്നു. പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ത്രില്ലായിരുന്നു ആദ്യമൊക്കെ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവർക്കൊരു ബോറടിച്ച പോലെ, കാരണം ഇത് തന്നെയല്ലേ ഉള്ളൂ കാണുന്നത്, കടൽ തന്നെയല്ലേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച്. അങ്ങനെ കാഴ്ചകളൊക്കെ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞ് എല്ലാവരും ഒരു ചെറിയ മയക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ലങ്കാവിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ലങ്കാവിയിലേക്ക് അടുക്കാനായതുകൊണ്ടാണോ എന്നറിയില്ല ഈ ഇത്രയും ഭംഗിയുള്ള കളർ. അങ്ങനെ മയക്കൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും എണീറ്റപ്പോൾ നമ്മളെ പിന്നെ വരവേറ്റത് നമ്മുടെ ലങ്കാവിയുടെ മനോഹരമായ കാഴ്ചകളായിരുന്നു. തെളിഞ്ഞ നല്ല വെള്ളവും മനോഹരമായിട്ട് ഒരുക്കി വെച്ച ഫെറിയും അടിപൊളിയൊരു വ്യൂ തന്നെയാണത്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഈ ഫെറിയിലെത്തിയപ്പോഴാണ് നമുക്ക് വേറൊരു കാര്യം മനസ്സിലായത് കേട്ടോ. നമ്മൾ വന്നതിനേക്കാളും നല്ല ഭംഗിയുള്ളതും വലിപ്പമുള്ളതായ ഒരുപാട് ഷിപ്പുകൾ ഇവിടെ നങ്കൂരമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് വേണമെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുമായിരിക്കും. നമ്മൾ വന്നത് മോശമൊന്നുമല്ല കേട്ടോ, കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞത്. അതൊരു ബേസിക് ഫെസിലിറ്റീസ് മാത്രമുള്ള ഒരു ഷിപ്പാണ്. പക്ഷേ ഒരു ക്രൂയിസ് ഷിപ്പൊക്കെ പോലത്തെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും വരാവുന്നതാണ്. നമ്മളിതാ ഫെറിയിലേക്ക് ഇറങ്ങി മെയിൻ എക്സിറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങുകയാണ്. മെയിൻ എക്സിറ്റിൽ നമ്മൾ ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ടാക്സി ഡ്രൈവേഴ്സും ടൂർ ഓപ്പറേറ്റേഴ്സൊക്കെ നമ്മളടുത്ത് വന്നിട്ട് പിന്നെ വണ്ടി വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് എന്തൊക്കെയോ പറയും. പക്ഷേ നമ്മൾ ഓൾറെഡി ആളെ ബുക്ക് ചെയ്ത് വെച്ചാണെങ്കിൽ കഴിവതും അവരെ എൻ്റർടൈൻ ചെയ്യിക്കാത്തതാണ് ഏറ്റവും നല്ലത്. ഞങ്ങൾ ഓൾറെഡി ആളെ ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ടും പിന്നെയും ഒരാൾ ഞങ്ങളുടെ അടുത്ത് കുറേ പുറകെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് തന്നെ അത്യാവശ്യം ചെറിയ ചെറിയ ഷോപ്പുകളും ഒരു മണി എക്സ്ചേഞ്ച് സെൻറ്ററും ഡ്രസ്സ്, കൂളിംഗ് ഗ്ലാസ്, ഫുഡ് കോർട്ട് അങ്ങനെയുള്ള ഒരുപാട് ഷോപ്പുകളും ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളും ഏകദേശം ചെറിയൊരു എയർപോർട്ടിൻ്റെ ഒരു സൗകര്യങ്ങൾ നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ആകെ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി റേറ്റ് മലേഷ്യയിൽ തന്നെ കോലാലംപൂരിനേക്കാളും റേറ്റ് കൂടുതലാണ് ലങ്കാവിയിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സാധനങ്ങൾക്ക്. അങ്ങനെ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ലങ്കാവിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അപ്പം ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.